ഇന്ന് പത്രവാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ലിജോ വർഗീസ് ആണ്. ലിജോ വർഗീസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. രാവിലെ പത്രം തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ചങ്ങാതിമാരെല്ലാവരും കൂടി ലോകത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് തോന്നും. ഇസ്രായേൽ ഒരു തരത്തിലും സമാധാനത്തിന് സമ്മതിക്കില്ല എന്ന തരത്തിലാണ്. അപ്പോൾ വീണ്ടും ഹോർമുസ് കടലിടുക്ക് അടച്ചിരിക്കുന്നു. സമാധാനം അകലെ എന്നാണ് മാധ്യമം ഇന്ന് അവരുടെ പ്രധാനപ്പെട്ട തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. ലെബനാനിൽ ആക്രമണം രൂക്ഷമാക്കി ഇസ്രായേൽ, 32 പേരാണ് മരിച്ചത്. ഹോർമുസ് വീണ്ടും അടച്ചു എന്നാണ്. പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങളുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കി ലെബനാനിൽ വീണ്ടും ആക്രമണം കടുപ്പിച്ച ഇസ്രായേൽ. ശനിയാഴ്ച തെക്കൻ ലെബനനിലുണ്ടായ 32 ആക്രമണത്തിൽ 32 പേർ മരിച്ചു എന്ന അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. ലെബനാന്റെ പരമാധികാരത്തെ മാനിക്കുകയും ആക്രമണം അവസാനിപ്പിക്കുകയും ചെയ്യണമെന്ന US ഇറാൻ വെടിനിർത്തൽ കരാറിലെ നിബന്ധന ഇസ്രായേൽ അംഗീകരിക്കാത്ത പശ്ചാത്തലത്തിലാണ് നീക്കം എന്നുള്ളതാണ്. ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കാത്ത തരത്തിൽ ഉള്ള നീക്കങ്ങൾ ചില രാജ്യങ്ങൾ നടത്തുന്നു. ആ രാജ്യം ചെയ്യുന്നതിൻ്റെ ഭവിഷ്യത്ത് മറ്റ് രാജ്യങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇറാന്റെ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ലെബനാനിൽ ആക്രമണം നടത്തുന്ന ഇസ്രായേലിനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സമാധാനത്തിലേക്ക് വരുന്നു, എണ്ണയൊക്കെ പുറത്തേക്ക് കടലിടുക്ക് കടന്ന് പുറത്തേക്ക് വരുന്നു, എണ്ണവില പല രാജ്യങ്ങളിലും കുറച്ചു തുടങ്ങി. അങ്ങനെ ഓഹരി വിപണിയിലൊക്കെ മുന്നേറ്റം ഉണ്ടാകുന്നു, മൊത്തത്തിലൊരു സമാധാനത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാകുന്നു എന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് വീണ്ടും ഇത്തരത്തിലുള്ള നീക്കം ഉണ്ടാകുന്നത്. ഇനി ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. ഏതായാലും മാതൃഭൂമിയും സമാനമായി തന്നെ ഹോർമുസ് വീണ്ടും അടച്ചു എന്നാണ് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ ലെബനൻ ആക്രമണം രൂക്ഷം, പിന്നാലെ ഹോർമുസിൽ ഇറാന്റെ മറുപടി. US ഇറാൻ ചർച്ച ഇന്ന് സ്വിറ്റ്സർലൻഡിലുണ്ട് എന്ന് പറയുന്നു. 20 ഇടത്താണ് ആക്രമണം നടത്തിയതെന്നാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത്. സമാധാന കരാർ ഒപ്പിട്ട് മണിക്കൂറുകൾ കഴിയും മുൻപ് തെക്കൻ ലെബനനിൽ 22 ഇടങ്ങളിലായി ഇസ്രായേൽ ആക്രമണം നടത്തി എന്നാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത്. ആ തരത്തിലാണ് അവിടെ ഇപ്പോഴും പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നത് എന്നുള്ളതാണ്. മാധ്യമ പത്രത്തിലെ ഒരു തലക്കെട്ട് കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വിവാദം നുരയുന്നു എന്നാണ്. വീര്യം കുറഞ്ഞ മദ്യം വിവാദം നുരയുന്നു എന്നാണ്. സംസ്ഥാനത്ത് സ്പിരിറ്റിൽ നിന്നുള്ള മദ്യത്തിന് 251% നികുതി നിലനിൽക്കെ വീര്യം കുറഞ്ഞ മദ്യത്തിന് ലോ ആൽക്കഹോളിക് ബീവറേജസിന് കുറഞ്ഞ നികുതി നിശ്ചയിച്ച ബജറ്റ് പ്രഖ്യാപനത്തിൽ വിവാദം നുരയുന്നു. ആൽക്കഹോളിൻ്റെ അളവ് 0.5 ഇന്നലെ വന്ന വാർത്തകൾ പോലെ തന്നെ 120% അതിൻ്റെ നികുതി കുറച്ചതുമായി ബന്ധപ്പെട്ടാണ് അതിൽ വിവാദം നുരയുന്നു എന്നാണ് മാധ്യമം ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. സ്വാഭാവികമായും ഇത്തരം വാർത്തകൾ, പ്രത്യേകിച്ച് മദ്യവുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്ന ദീപികയുടെ 1-ാം പേജിൽ ഇന്ന് അത്തരത്തിലൊരു വാർത്തയേ ഇല്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അത് ഇക്കൂട്ടത്തിൽ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ദേശാഭിമാനി പറയുന്നത് അഴിമതി വീര്യം എന്നാണ്. മദ്യത്തിന് നികുതി ഇളവ് പിന്നിൽ കർണാടക ലോബി, വൻ കമ്പനികൾക്ക് അമിത ലാഭമുണ്ടാക്കാം. മുഖ്യമന്ത്രിയുടെ മംഗളൂരു യാത്ര കൂടുതൽ സംശയാസ്പദം എന്നാണ്. എക്സൈസ് വകുപ്പ് തീരുമാനിച്ചിട്ടില്ലെന്ന് മന്ത്രി പറഞ്ഞ കാര്യം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് അഴിമതി വീര്യം എന്ന പേരിൽ ദേശാഭിമാനി ഇന്ന് 1-ാമത്തെ പേജിൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ജന്മഭൂമി പറയുന്നത് ഇനി കേരളത്തിലെങ്ങും ഒഴുകും മദ്യം എന്നാണ്. LDF ഒരുക്കിയ വഴിയിലൂടെ UDFും എന്നാണ് പറയുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് കുറഞ്ഞ നികുതി നിശ്ചയിച്ചതോടെ സംസ്ഥാനത്തെങ്ങും മദ്യം ഒഴുകാൻ UDF വഴി തുറന്നു എന്നാണ് ജന്മഭൂമി അവരുടെ 1-ാമത്തെ പേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. മനോരമയിലേക്ക് വന്നാൽ മനോരമ പറയുന്നത് പ്രതിക്കൂട്ടിലേക്ക് മുൻ ഭരണസമിതിയും എന്നാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിലാണ്. PS പ്രശാന്ത് പ്രസിഡന്റായിരുന്ന ദേവസ്വം സമിതിയെ പ്രതി ചേർത്തേക്കും എന്ന് മനോരമ ഇന്ന് 1-ാമത്തെ പേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി മനോരമ റിപ്പോർട്ട് ചെയ്തത് ആ വാർത്തയാണ്. വീക്ഷണം വളരെ ഡയറക്റ്റായി പ്രശാന്തും പ്രതിയാകും എന്നാണ് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് പ്രശാന്തിനും ഗൂഢാലോചനയിൽ പങ്കെന്ന SIT എന്ന് പറയുന്ന തരത്തിൽ വളരെ ഡയറക്റ്റായി ഹെഡ്ലൈൻ കൊടുത്തിരിക്കുകയാണ് വീക്ഷണം അവരുടെ 1-ാമത്തെ പേജിൽ എന്നുള്ളത് ശ്രദ്ധേയമാണ്. കേരളത്തിലെ പല വിഷയങ്ങളിൽ ആണ് മറ്റു പത്രങ്ങളിൽ ഇന്ന് അവരുടെ 1-ാമത്തെ ഹെഡ്ലൈൻ എന്നതാണ്. പല പത്രങ്ങളിലും വ്യത്യസ്തമായ ഹെഡ്ലൈനുകൾ നമുക്ക് കാണാൻ കഴിയും. ജനയുഗം പറയുന്നത് പരസ്പരം പഴിചാരൽ എന്നാണ്. കേരളം പനിക്കിടക്കയിൽ, ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടി വകുപ്പ് മന്ത്രി. DHS തസ്തികയിൽ കസേരകളി തുടരുന്നു. രോഗബാധിതരുടെ എണ്ണം കുതിക്കുന്നു എന്ന തരത്തിൽ കേരളത്തിൽ ഈ പകർച്ചവ്യാധികളുടെ വലിയ തരത്തിലുള്ള വ്യാപനം ഉണ്ടാകുമ്പോഴും പരസ്പരം പഴിചാരി മുമ്പോട്ട് പോകാനാണ് സർക്കാരിലെ വിവിധ വകുപ്പുകൾ നടത്തുന്നത്. ആരോഗ്യവകുപ്പിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നു. DHSലുള്ള പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജനയുഗം അവരുടെ 1-ാമത്തെ
പേജിലെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. മംഗളം അവരുടെ ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത് സതീശനെതിരെ NSS എന്നാണ്. സതീശൻ കാപ്പട്യക്കാരനെന്ന് സുകുമാരൻ നായർ. കാലു പിടിക്കാനില്ല, കാണാൻ പോകില്ല, കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചില്ല, എല്ലായിടത്തും പോയി NSSൽ വന്നില്ല, NSSനെ ഒരു ചുക്കും ചെയ്യാനില്ല, ഒന്നിച്ചു നിന്നാൽ 20 സീറ്റിലെങ്കിലും ജയം നിർണ്ണയിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കുറെ കൂടെ രാഷ്ട്രീയ പ്രസ്താവന എന്ന നിലയ്ക്ക് ഇന്നലെ NSSന്റെ യോഗത്തിൽ സുകുമാരൻ നായരെ വീണ്ടും ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത യോഗത്തിന് ശേഷം ഉള്ള അല്ലെങ്കിൽ ആ യോഗത്തിലുള്ള പ്രതികരണങ്ങളാണിത്. മുഖ്യമന്ത്രി VD സതീശൻ കാപട്യമുള്ള രാഷ്ട്രീയക്കാരനാണെന്നും അങ്ങനെയുള്ളവരുടെ കാലു പിടിക്കാനുള്ളതും NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ പറഞ്ഞു എന്ന കാര്യം കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് മംഗളം അവരുടെ പ്രധാനപ്പെട്ട വാർത്തയായി ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. മെട്രോ വാർത്തയിൽ മറ്റു വാർത്തകളുണ്ടെങ്കിൽ പോലും അതിലൊരു മുൻപേജിൽ തന്നെ ഒരു വാർത്ത, വെള്ളാപ്പള്ളിക്ക് ആദ്യ കുരുക്ക് എന്നുള്ളതാണ്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരായ ആദ്യ കുറ്റപത്രത്തിന് വിജിലൻസ് ഡയറക്ടർ അംഗീകാരം നൽകി. ഇക്കാര്യം ഹൈക്കോടതിയെയും അറിയിച്ചു എന്ന് മെട്രോ വാർത്ത അവരുടെ ഒന്നാമത്തെ പേജിൽ പ്രധാനപ്പെട്ട വാർത്തയായി റിപ്പോർട്ട് ചെയ്യുന്നു. അതിൻ്റെ തന്നെ ഒരു സബ് ഹെഡിൽ ദീപിക വാർത്ത കൊടുത്തത് 10 ലക്ഷം, കണക്കിൽ 20 ലക്ഷം എന്നാണ്. മൈക്രോ ഫിനാൻസ് ഇടപാടിൽ അത് കൽപ്പറ്റയിൽ നിന്നുള്ള വാർത്തയായിട്ടാണ് വന്നിരിക്കുന്നത്. വയനാട്ടിൽ നിന്നുള്ള വാർത്തയാണ്. SNDP യോഗം പുൽപ്പള്ളി യൂണിയനുമായി ബന്ധപ്പെട്ട് നടത്തിയത് 10 ലക്ഷം രൂപയുടെ തട്ടിപ്പ്. വനിതാ സ്വാശ്രയ സംഘങ്ങൾക്ക് ചെറുകിട സംരംഭങ്ങൾ തുടങ്ങുന്നതിന് പുൽപ്പള്ളി യൂണിയന് 20 ലക്ഷം രൂപ നൽകിയെന്നാണ് മൈക്രോ ഫിനാൻസ് ഇടപാട് ചുക്കാൻ പിടിച്ചവരുടെ കണക്കിലുള്ളത്. 10 ലക്ഷം രൂപയാണ് ആ വഴി തട്ടിയത് എന്നാണ് ദീപിക ഒന്നാമത്തെ പേജിൽ അവരുടെ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിൽ മറ്റു പത്രങ്ങളിലൊന്നുമില്ലാത്തൊരു വാർത്ത കേരള കൗമുദിയിൽ നിന്നുണ്ട്. അത് കേരളത്തിൻ്റെ മുഖം മാറും, തിരൂരും മൂവാറ്റുപുഴയും പുതിയ ജില്ലകളാകും എന്നുള്ള വാർത്തയാണ്. തിരൂരും മൂവാറ്റുപുഴയും ആസ്ഥാനമാക്കി 2 പുതിയ ജില്ലകളും 1 ഡസനോളം പുതിയ താലൂക്കുകളും നിലവിൽ വരും. മലപ്പുറം വിഭജിക്കണമെന്നത് ലീഗിൻ്റെയും മൂവാറ്റുപുഴ ജില്ല വേണമെന്നത് കോൺഗ്രസിൻ്റെയും ദീർഘകാലമായുള്ള ആവശ്യമാണ് എന്നതുകൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് കേരള കൗമുദി ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കുന്നത് പഠിക്കാനുള്ള കമ്മീഷനെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതോടെ ഇക്കാര്യം ഉറപ്പായി. മറ്റ് 5 ജില്ലകൾ കൂടി വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ഭീമമായ ചെലവാണ് വെല്ലുവിളി എന്നാണ്. ഏതായാലും തിരൂരും മൂവാറ്റുപുഴയും പുതിയ ജില്ലകളാകുമെന്നാണ് കേരള കൗമുദി അവരുടെ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും ഒന്നാമത്തെ തലക്കെട്ടായി അവർ ഇന്ന് കൊടുത്തിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നുള്ള വാർത്ത അത് മറ്റു പത്രങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. വിലക്ക് ലംഘിച്ച് രാത്രിയിലും CJP പ്രതിഷേധമെന്നാണ്. കുടിവെള്ളം തടഞ്ഞു പോലീസ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കാതെ പിന്മാറില്ലെന്ന് സമരക്കാർ പറഞ്ഞു എന്നുള്ളതാണ്. അവർ പാത്രം കൊട്ടി കൊണ്ട് നിൽക്കുന്ന അല്ലെങ്കിൽ രാത്രിയിലും പാത്രം കൊട്ടി പ്രതിഷേധിക്കുന്ന ഒരു ചിത്രം കൂടി സുപ്രഭാതം അവരുടെ ഒന്നാമത്തെ പേജിൽ നിന്ന് നൽകിയിട്ടുണ്ട്. അത് മറ്റു പത്രങ്ങളിലും ആ വാർത്ത നമുക്ക് കാണാം. കേരള കൗമുദിയിൽ ഒരു വാർത്ത കൂടിയുണ്ട്. അത് ഇന്ന് ഫാദേഴ്സ് ഡേ ആണ് എന്നതുകൊണ്ടുള്ള സ്പെഷ്യൽ വാർത്തയാണ്. കൗമുദി സ്പെഷ്യൽ എന്ന നിലക്കാണ്. ഞങ്ങളെയാണ് അച്ഛനിഷ്ടം എന്ന തലക്കെട്ടിൽ ഒരു വാർത്ത കാണാം. ഇന്ദ്രൻസിൻ്റെ മകൻ മഹേന്ദ്രൻ അച്ഛനെക്കുറിച്ച് പറയുന്ന കാര്യമാണ്. ഈ വേഷം ഇന്ദ്രൻ സാറിനെയും ഏൽപ്പിക്കണം എന്നുള്ള എന്നെ അത്ഭുതപ്പെടുത്തിയത് നടനാണ് എന്ന് പല നടന്മാരും പറഞ്ഞ കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഇപ്പോൾ ഇന്ദ്രൻസ് എന്ന നടന് കിട്ടുന്ന സ്വീകാര്യതയും കൂടി പറഞ്ഞാണ് ഫാദേഴ്സ് ഡേയിൽ ആ വാർത്ത സ്പെഷ്യൽ ആയി കൊടുത്തിരിക്കുന്നത്. 1-2 സ്പോർട്സ് വാർത്തകൾ വായിച്ച് നമുക്ക് വേഗത്തിൽ അവസാനിപ്പിക്കാം. അതിലൊന്ന് ഇന്നലത്തെ ബ്രസീലിൻ്റെ കളിയുമായി ബന്ധപ്പെട്ടതാണ്. അതിൻ്റെ ഹെഡ്ലൈനാണ് രസകരം. പത്രങ്ങളിൽ വലിയ തരത്തിലുള്ള ഹെഡ്ലൈനുകൾ നമുക്ക് അങ്ങനെ കാണാൻ കഴിയും. പൊന്നെ കുഞ്ഞേ എന്നാണ് മനോരമ വാർത്തയ്ക്ക് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. ഹെയ്ത്തിക്കെതിരെ ബ്രസീലിന് ആധികാരിക വിജയം. അതിൽ മതേസ് കുഞ്ഞയ്ക്ക് 2 ഗോളുകൾ നേടിയതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് പൊന്നെ കുഞ്ഞെ എന്ന് അവർ ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. മാധ്യമം നല്ല പാതി എന്നാണ് അതിന് ഹെഡ്ലൈൻ കൊടുത്തിരിക്കുന്നത്. കുഞ്ഞയ്ക്ക് ഇരട്ട ഗോൾ, വിനീഷ്യസും വലകുലുക്കി, 2ാം പകുതിയിൽ നിരാശ എന്നടക്കമുള്ള കാര്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് മാധ്യമവും ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. ഒരു എഡിറ്റോറിയലിൻ്റെ വളരെ വേഗത്തിൽ വായിച്ച് അവസാനിപ്പിക്കാം. അത് കാൽനട എന്ന മൗലികാവകാശം എന്നാണ് മാതൃഭൂമി ഇന്ന് എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. റോഡുകളിൽ പ്രത്യേകം വേർതിരിച്ചിട്ട നടപ്പാതകളിലൂടെ നടക്കാനുള്ള കാൽനട യാത്രക്കാരുടെ അവകാശം മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നു. വാഹനയാത്രയ്ക്കുള്ളതിനേക്കാൾ പ്രാധാന്യം ഈ വസ്തുതയ്ക്കുണ്ടെന്നും കോടതി വ്യക്തമാക്കി. ഇക്കാര്യം ഊട്ടിയുറപ്പിക്കുന്നതിന് നിയമ ചട്ടക്കൂട് ഉണ്ടാക്കേണ്ടതുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. വിപ്ലവകരവും സമസ്താധിഷ്ഠിതവുമായ വിധി പ്രഖ്യാപനമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അത് ചാരിതാർത്ഥ്യജനകമാണ് എന്ന് മാതൃഭൂമി ഇന്ന് ഒന്നാമത്തെ പേജിൽ പറയുന്നു. ഒരുപക്ഷെ മറ്റ് പത്രങ്ങളിലൊന്നും കാണാത്ത കാര്യം അത് കോടതി വിധിയുടെ പശ്ചാത്തലത്തിലുള്ള ഒരു എഡിറ്റോറിയൽ നമുക്ക് മാതൃഭൂമിയിൽ കാണാം. അങ്ങനെ വ്യത്യസ്തമായ പലതരത്തിലുള്ള വാർത്തകൾ ഇന്ന് പത്രങ്ങളിലുണ്ട്. തിരിച്ച് സേതുവിലേക്ക്.